ഹായ്, എൻ്റെ പേര് അതുൽ രാഘവ്. അപ്പോൾ നമ്മൾ ഇഗ്നോയുടെ നോക്കുന്ന പേപ്പർ BHIC 110 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഈ പേപ്പറിൽ നമ്മൾ നോക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1757 മുതൽ 1857 വരെയുള്ള ഒരു 100 വർഷ കാലഘട്ടമാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ നമ്മൾ എടുക്കുന്ന പേപ്പർ. അപ്പോൾ ഈ ഒരു 100 വർഷ കാലഘട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകതകളിൽ ഇതിന് ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു ട്രാൻസിഷൻ പീരീഡ് പോലെ, അതായത് ഒരു മുഗൾ രാജവംശത്തിന്റെ ഒരു ഡിക്ലൈനും അതേപോലെ ബ്രിട്ടീഷ് രാജിന്റെ ഒരു റൈസും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഈ ഒരു 100 വർഷ കാലഘട്ടം. അപ്പൊ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 15 യൂണിറ്റുകളായിട്ടാണ് ഈ ഒരു പേപ്പറിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോ യൂണിറ്റുകളും ആ യൂണിറ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള ഒരു ഔട്ട്ലൈൻ തരികയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പോളിറ്റി, സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ ദ 18th സെഞ്ചുറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ 19ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള കാലഘട്ടം, ഒരു 100 വർഷ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ പോളിറ്റി, സൊസൈറ്റി, എക്കോണമി, ഈ 3 ചരിത്രം, അതായത് രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക ചരിത്രം, സാമ്പത്തിക ചരിത്രമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ആദ്യം തന്നെ ഈ 18ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ഒരു അവസ്ഥ, എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ, എന്തായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ. വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ വളരെയധികം സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഒരു പ്രൗഢഗംഭീരമായ രീതിയിൽ ഉണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം കണ്ട, ഒരു ഡിക്ലൈൻ കണ്ട ഒരു നൂറ്റാണ്ടിലെ ഒരു കാലഘട്ടമാണ് മിഡ് 18th സെഞ്ചുറി. അതേപോലെ ഈ ഒരു മുഗൾ എംപയർ ഡിക്ലൈൻ ആവുന്നതോടൊപ്പം തന്നെ ഈ മുഗൾ പ്രൊവിൻസുകളിൽ അവിടുത്തെ പ്രാദേശിക രാജാക്കന്മാര്, അതായത് ഹൈദരാബാദ്, ബംഗാൾ, അവധ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രാദേശിക രാജാക്കന്മാർ, നമ്മൾ റീജിയണൽ കിങ്ഡംസ് പറയുന്ന ആളുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന ആളുകളാണ് ഈ മറാത്തകൾ, ജാട്ട്, ഇങ്ങനെയുള്ള റീജിയണൽ രാജാക്കന്മാര്. അതല്ലാത്തത് പിന്നെ വരുന്നത് ഫോറിൻ എംപയേഴ്സ് ആണ്, അതായത് കൊളോണിയൽ എംപയർ ആയിട്ട് നമ്മൾ മാറുന്നതിന്റെ ഒരു തുടക്കം കൂടി വരുന്നത് ഈ 757-ലാണ്. 757-ന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുള്ള ഒരു കൊല്ലം കൂടിയാണ് 757 എന്ന് പറയുന്നത്. അടുത്തതായി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സ്ട്രക്ചർ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്കാണ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തി, ഇന്ത്യയിൽ ട്രേഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഭരണം തുടങ്ങിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രേഡാണ്. ദെൻ അവിടുന്ന് ഒരു ഫ്രീ ട്രേഡ് മൊണോപ്പൊളിയും തമ്മിലുള്ള ഒരു മത്സരം വരുന്നുണ്ട്. അതിനുശേഷം കമ്പനിയുടെ ട്രേഡിന്റെ നാച്ചർ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഇതൊരു മെർക്കന്റൈൽ ബിസിനസ്സും അതേപോലെ പിന്നീട് ബ്രിട്ടീഷുകാർ എന്തായി മാറുകയാണ്, ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയായിരുന്നു ഇവരുടെ ഉദ്ദേശം, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പവർ ആയതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് എങ്ങനെയാണ് അവർ സാധിച്ചത് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ റൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആൻഡ് ദ കമ്പനീസ് മെർക്കന്റൈൽ പോളിസീസ്. അത് എന്താണ്, അത് നമ്മൾ ടേംസ് നന്നായിട്ട് പഠിക്കും. എന്താണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, എന്താണ് മെർക്കന്റൈൽ പോളിസികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമിനെ അഫക്ട് ചെയ്തത് എന്നതും കൂടെ നമ്മൾ ഇതിൽ പഠിക്കുന്നതായിരിക്കും. ദെൻ കൊളോണിയൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒറ്റയടിക്ക് വന്ന് നമ്മൾ പറയുന്നത് ചരിത്രം ഒരിക്കലും ഒരു ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന ഒരു 1 ഡേ പ്രോസസ് അല്ല. ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് മാത്രം നടന്നു വരുന്ന പ്രത്യേകകരമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഇംഗ്ലീഷും ഫ്രഞ്ചും തമ്മിലുള്ള കർണാട്ടിക് വാറുകളാണ് നമ്മൾ 3ാമത്തെ യൂണിറ്റിൽ കാര്യമായിട്ട് പഠിക്കുക. അതിന്റെ കോസ് എന്തൊക്കെയാണ്, അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്. ഇത് കേവലം ഈ കർണാട്ടിക് റീജിയൻ, നിങ്ങൾ ആ മാപ്പിൽ കാണുന്ന ആ റീജിയൻ നമ്മൾ കർണാട്ടിക് റീജിയൻ എന്ന് പറയാം. അപ്പൊ ആ റീജിയനിൽ ഉണ്ടായ ഒരു സംഭവം ആണെങ്കിൽ പോലും ഇതിന് ആഗോളതലത്തിലുള്ള സാധനങ്ങൾ പോലും ഇതിനേക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. വളരെ രസകരമായ ഒരു ചാപ്റ്റർ ആണ്. ദെൻ 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കൊളോണിയൽ എക്സ്പാൻഷന്റെ 2ാം ഭാഗമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതായത് ഇത് നേരത്തെ നമ്മൾ കർണാട്ടിക് പ്രൊവിൻസ് ആണെങ്കിൽ ഇത് ബംഗാൾ പ്രൊവിൻസിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് കോൺക്വസ്റ്റിന് മുമ്പ് ഉണ്ടായിരുന്ന ബംഗാൾ ബിഫോർ ദ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ്. പിന്നെ രണ്ടാമത് വരുന്നത് എന്താണ്, ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ 1757 to 65. അത് പ്രോസസ് ആയിരുന്നു. നമ്മൾ പഠിക്കുന്ന പോലെ 2 യുദ്ധങ്ങളായിട്ടാണെങ്കിൽ പോലും അതൊരു പ്രോസസ് ആയിരുന്നു. ഇന്ന് 1757 ഒരു യുദ്ധം 1600 നടന്ന ഒരു യുദ്ധമാണ് നടന്നത്, ശരിയാണ്. പക്ഷേ അതൊരു പ്രോസസ് ആയിരുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നടക്കുന്ന 1757 നടന്ന യുദ്ധത്തിന്റെ ബാക്കി പത്രമായിട്ട് നടന്ന ഒരു സാധനമാണ് 1765 ബാറ്റിൽ ഓഫ് ബക്സർ, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ. ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രിട്ടീഷ്
കോൺഗസ്റ്റ് ബംഗാളിനെ കോൺഗസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷിന് സഹായിച്ചത്, ഇവിടുത്തെ ഒരു ഇമ്പീരിയൽ പവറായിട്ട് ബ്രിട്ടീഷുകാർ വരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ബ്രിട്ടീഷ് സക്സസിന്റെ സിഗ്നിഫിക്കൻസ്, എങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ സക്സസ് സാധ്യമായതിന്റെ കോസസ് എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിത് പഠിക്കാൻ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അത് എന്തുകൊണ്ടാണ്, അങ്ങനെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദെൻ ഡിക്ലൈൻ ഓഫ് ദ മുഗൾ എംപയർ ആൻഡ് ദ റൈസ് ഓഫ് ദ സക്സസർ സ്റ്റേറ്റ്സ് ഇൻ നോർത്ത് ഇന്ത്യ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ നേരത്തെ പരിശോധിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഇതിലേക്കും കൂടി കണക്ട് ആവുന്നുണ്ട്. അതായത് മുഗൾ എംപയർ ഡിക്ലൈൻ ആവുന്നു, അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ ചെറിയ ചെറിയ രാജാക്കന്മാരും സക്സസ് സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നു. ഈ സ്റ്റേറ്റുകളെ പല വിധത്തിൽ ബ്രിട്ടീഷ് എംപയറിലേക്ക് എടുക്കുന്നുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ അത് അവധിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്, ഈ സബ്സിഡറി അലയൻസ് കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായ മെച്ചം എന്താണ്, അതേപോലെ പിന്നെ നമ്മൾ പഠിക്കുന്ന അതർ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് എക്സ്പാൻഷൻ പോളിസി ഉണ്ടായത്, സബ്സിഡറി അലയൻസ് മാത്രമായിരുന്നോ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കുന്നുണ്ടാവുക. ദെൻ അഞ്ചാമത്തെ യൂണിറ്റ് ആണ്. അഞ്ചാമത്തെ യൂണിറ്റിൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം പൊളിറ്റിക്കൽ ആസ്പെക്ട് ആണ്. ഇതൊരു തരം ഒരു കുറച്ചുകൂടി സോഷ്യലി ഉള്ള ഒരു സാധനമാണ്. അതായത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫാക്ടർ ആണ്. ഇമ്പീരിയൽ ഐഡിയോളജീസ് ആൻഡ് സൈക്ക്, ഓറിയന്റലിസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ യൂട്ടിലിറ്റേറിയൻ. അപ്പൊ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി ഉണ്ട്, അതെന്താണ്, നമ്മൾ യൂട്ടിലിറ്റേറിയൻ പോളിസി ഉണ്ട്, എന്താണ് ഓറിയന്റലിസം, എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് വേർഡുള്ള ഓക്സിഡന്റലിസം, ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇമ്പീരിയൽ ഐഡിയോളജി, സാധനങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഇതിൽ വാരൻ ഹാസ്റ്റിംഗ് അങ്ങനെ തുടങ്ങിയ ആളുകൾ ഇവര് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു സ്ഥാപനവൽക്കരണം അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന സാധനമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേമസ് ആയ കോട്ടുണ്ട്, ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് ഇന്ത്യക്കാരും മനസ്സുകൊണ്ട് ഇംഗ്ലീഷുകാരുമായ ഒരു ജനതയെ ഉണ്ടാക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പണ്ടൊരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ ഈ ഇമ്പീരിയലിസം അല്ലെങ്കിൽ കൾച്ചറൽ ഹെഗ്യമണി എന്ന് പറഞ്ഞ സാധനം, ഇമ്പീരിയലിസം രണ്ട് രീതിയിലുണ്ടാവും, ഒന്ന് പൊളിറ്റിക്കലായിട്ടും ഒന്ന് കൾച്ചറലായിട്ടും. അതിൽ സാംസ്കാരികമായിട്ട് എങ്ങനെ സാമ്രാജ്യത്വം നമ്മളെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലി എന്നതിനും അപ്പുറം നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ തനത് സാധനങ്ങളെ ഒക്കെ എങ്ങനെ ഇംഗ്ലീഷുകാർ അതിനുള്ളിലേക്ക് അവരെങ്ങനെ കൈകടത്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇനി ആറാമത്തെ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനും ലോയും. അതുവരെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പല നാട്ടുരാജ്യങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഓരോ തരത്തിലുള്ള നിയമവ്യവസ്ഥയും കാര്യങ്ങളായിരുന്നു. അത് മാറി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ലോയും കൊണ്ടുവരുന്നത് ആരാണ്, ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ സോഷ്യൽ ആസ്പെക്ട്സിൽ വരുന്ന കാര്യമാണ് റാദർ ദാൻ പൊളിറ്റിക്കൽ. അപ്പൊ അതിൽ വരുന്നത് ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അപ്പൊ അവരുടെ തിങ്കിങ് വരുന്നുണ്ട്, എങ്ങനെ ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരണം, പിന്നെ എങ്ങനെ ഇവിടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടുവരണം, ഈ സാധനങ്ങളെല്ലാം എങ്ങനെയാണ് അവരുടെ ഇംപ്ലിമെന്റ് ചെയ്തത്, അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. ദെൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു കോട്ട് പോലെ പറയുന്നുണ്ട്, ദ ഇന്ത്യൻസ് ബ്രേക്ക് ദ ബ്രിട്ടീഷ് ചെയിൻ വിത്ത് ദെയർ ഓൺ ഹാമർ എന്ന്. ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ ചങ്ങല അവരുടെ തന്നെ ഹാമർ ഉപയോഗിച്ചിട്ടാണ് തകർത്തതെന്ന്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഒരു ചാലക ശക്തി, അതിന്റെ ഒരു എപ്പി സെന്റർ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആയിരിക്കാം. അപ്പൊ ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതിന് കൊളോണിയൽ എഡ്യൂക്കേഷൻ നമ്മൾ പറയും. അപ്പൊ കൊളോണിയൽ എഡ്യൂക്കേഷനും ഇൻഡിജിനസ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു ഇത് വരുന്നുണ്ട്. അത് നമ്മൾ പറയും പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പഠന വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള പഠന വ്യവസ്ഥയെ ഇതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്തത്, പിന്നെ ഒരു എഡ്യൂക്കേഷൻ പോളിസി അവർ കൊണ്ടുവരുന്നില്ല, നമ്മൾ മെക്കാളെ നോട്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു സാധനത്തിന് നമ്മൾ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം എല്ലാം ഉണ്ട് ഇവരുടെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്താണ് ആ സാധനം. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്, എന്ത് ഉദ്ദേശത്തിലാണ് ബ്രിട്ടീഷുകാർ ഇതോടെ കൊണ്ടുവന്നത്, എങ്ങനെയാണ് പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടായത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനെ ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അപ്പം വളരെ രസകരമായിട്ടുള്ള ചാപ്റ്റർ ആണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ. ദെൻ ലാൻഡ് സെറ്റിൽമെന്റ്സ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലാൻഡ് സെറ്റിൽമെന്റ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കലും കഴിഞ്ഞു, എക്കണോമിക്കലും സോഷ്യലും കഴിഞ്ഞു. ഇത് എക്കണോമിക്കൽ ഫാക്ടർ ഹിസ്റ്ററിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇവര് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒറ്റ ഏകാത്വം, ഒരു ഒറ്റ ശിലയിൽ പറയുന്ന പോലത്തെ ഒരു സാധനമല്ല. ഇന്ത്യ അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉള്ള ഒരു ഭരണ കേന്ദ്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് വൈവിധ്യങ്ങളുള്ള, ഒരുപാട് വ്യത്യസ്തരായ ആളുകൾ ജീവിക്കുന്ന, വ്യത്യസ്ത മതങ്ങളുള്ള, ഭാഷകളുള്ള, ആചാരങ്ങളുള്ള, അനുഷ്ഠാനങ്ങളുള്ള മനുഷ്യരുള്ള സ്ഥലങ്ങളാണ്. നിയമങ്ങൾ പോലും വ്യത്യാസമുണ്ട്, അത് ഇന്നും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വൈവിധ്യമായ സ്ഥലത്ത് ഒറ്റ നിയമം കൊണ്ട് ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നു ഏത് ലാൻഡ് റവന്യൂ പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് ഇവര് ഓരോ സ്ഥലങ്ങൾക്കും അതിന് സ്യൂട്ടായിട്ടുള്ള, അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് എക്സ്പെരിമെന്റ്സ് ലാൻഡ് റവന്യൂ മാനേജ്മെന്റ്. അപ്പൊ എങ്ങനെയാണ് ലാൻഡ് റവന്യൂ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ചർച്ച വരുന്നു. അതിലേക്ക് പല പ്രപ്പോസലുകൾ വരുന്നു. ഇതിൽ ഓരോ പ്രപ്പോസലുകൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഇവര് അലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബംഗാൾ, ബീഹാർ, ഒറീസ ഈ റെഡ് മാർക്കിൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അഥവാ ജമീന്ദാരി സിസ്റ്റം ആണ് ഉള്ളത്. അതേപോലെ പഞ്ചാബ് ആൻഡ് യു പി അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പച്ച നിറത്തിൽ കാണുന്ന അത് മാപ്പ് അടയാളപ്പെടുത്തിയ ചെറിയൊരു ഇതുണ്ട്. യു പി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരണം. അപ്പൊ ആ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് മഹൽവാരി സിസ്റ്റമാണ്. അതേപോലെ ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയില് ബോംബെ, മദ്രാസ് പ്രവിശ്യകളിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടത് റൈറ്റ് ബാരി സിസ്റ്റമാണ്. ബ്രിട്ടീഷുകാർ നേരിട്ട് വാങ്ങുന്നത്. മറ്റേത് മഹൽവാരി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവൻ വാങ്ങുന്നത്. ഈ പെർമനന്റ് സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെമീന്ദാരി സിസ്റ്റം, സെമീന്ദാർസ് വഴിയുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ആദ്യം പെർമനന്റ് സെറ്റിൽമെന്റ് മാത്രമായിരുന്നു, പക്ഷെ പിന്നെയാണ് ഈ രണ്ട് സാധനങ്ങൾ എമർജ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ വന്നു? അപ്പൊ ഈ സെറ്റിൽമെന്റ്സ് എത്രത്തോളം ഇമ്പാക്ട് ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ ജനതയെ എത്രമാത്രം ഇതെല്ലാം എഫക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് ബ്രിട്ടീഷുകാര് ഏറ്റവും വലുതായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് ചവിട്ടി പൊട്ടിച്ച അവരുടെ ഒരു പോളിസിയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നമ്മുടെ കാർഷിക മേഖലയെ, അതുപോലെ നമ്മുടെ മറ്റു മേഖലകളെ, ഇൻഡിജിനസ് ആയിട്ടുള്ള മറ്റ് ഹാൻഡിക്രാഫ്റ്റ് പോലുള്ള മേഖലകളെ ഒക്കെ തകർത്ത അവരുടെ പല പോളിസികളുണ്ട്. അപ്പോ ഇത് എത്രമാത്രമായിരുന്നു, ഇത് എങ്ങനെയാണ് നടന്നത്, എന്തൊക്കെയായിരുന്നു കൊമേഴ്സ്യൽ ക്രോപ്സ്, ഇതിന്റെ എഫക്റ്റ് എത്രത്തോളമായിരുന്നു? നമുക്കറിയാം ബംഗാളിൽ ഒരു ഫെമൈൻ പോലും ഇതിന് കാരണം ഉണ്ടായിട്ടുണ്ട്. അത്രയും ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഇന്ത്യ എത്തിയത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട ഇവരുടെ കൈകടത്തൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നോക്കുന്നത്. ദെൻ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ കമ്പനികൾ വരുന്നു, കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയാം. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ തിരിച്ചുള്ളത്, അതിന്റെ ഉൾട്ടയായിരിക്കും. അതായത് നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള സാധനങ്ങൾ തകരുന്ന, ഇന്ത്യയിലുള്ള വ്യാവസായിക തകർച്ച എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം അല്ല, നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്, ഇത് എങ്ങനെയാണ് നമ്മള് ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ട്രേഡിനെ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്തത് എന്നതും കൂടി നമ്മൾ അതിൽ പഠിക്കുന്നു. പിന്നെ ഇത് ഡി ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസിന്റെ ഒരു വ്യാപാര താല്പര്യങ്ങളും, ഇത് രണ്ടും എങ്ങനെയാണ് ഒത്തുപോകുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ തനത് ഇൻഡസ്ട്രികളെല്ലാം തകർന്നടിഞ്ഞൊരു സമയമായിരുന്നു ആ കാലഘട്ടം. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യങ്ങളും കൂടിയാണ് നമ്മളതിൽ പഠിക്കുന്നത്. പിന്നുള്ള പ്രധാനപ്പെട്ട സാധനം നമ്മൾ പറഞ്ഞതെല്ലാം കണക്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതേ സാധനങ്ങളുടെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള അടുത്ത വഴിയാണ് എക്കണോമിക് ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ റൂള്, അല്ലെങ്കിൽ ഇവരുടെ ബ്രിട്ടീഷ് ഭരണം, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയും കൂടി ഈ വൈദേശിക കോളനി ഭരണം എങ്ങനെയാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തകർത്തത്, അല്ലെങ്കിൽ അത് എന്ത് മാറ്റമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പോസിറ്റീവായ മാറ്റമല്ല, മറിച്ച് വളരെ മോശമായിട്ടുള്ള, നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ഇവിടുത്തെ നേറ്റീവ് ക്യാപിറ്റൽ, അതായത് നമ്മുടേതായിട്ടുള്ള മൂലധനം ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മാർക്കറ്റ്, അതായത്
നമ്മുടെ മാർക്കറ്റുകളിൽ അവരുടെ സാധനങ്ങൾ വന്ന് നിറയുന്ന ഒരു വിഷയം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സിറ്റികളും കൺട്രി സൈഡും തമ്മിലുള്ള വ്യത്യാസം. സിറ്റികൾ സ്വാഭാവികമായിട്ടും ആരുടെ കേന്ദ്രമായിരിക്കാം? ഇവിടെ ബ്രിട്ടീഷുകാരുടെയും അതുപോലുള്ള ആളുകളുടെയും കേന്ദ്രമായിരിക്കും. കൺട്രി സൈഡ് എന്ന് പറഞ്ഞ സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ മേഖലകളാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, എക്സ്റ്റേണൽ ട്രേഡ്, പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണ് ഈ എക്കണോമിക് ലൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു ഡ്രെയിൻ തിയറിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആണ് ഇന്ത്യൻ റെയിൽവേ. അപ്പൊ അത് എങ്ങനെയാണ് അങ്ങോട്ട് മാറിയത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളമാണ് എന്നെല്ലാമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. പിന്നെ 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂളിൽ പല തരത്തിൽപ്പെട്ട സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതിന് മുൻപും ഇവിടെ ഉണ്ട്. അത് നമ്മൾ പറയുന്ന പോലെ ജാതീയമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പ്രീ കൊളോണിയൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന സാമൂഹിക അസമത്വങ്ങള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ജാതിയുണ്ട്, മതമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടുകൂടായ്മ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നു. ഇതില് ഈ ഒരു വിഷയത്തിലേക്ക് കോളനി ഭരണം കൂടെ വരുമ്പോൾ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്, ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മളിത് പഠിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്കറിയാം സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ റീജിയണൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള പോലെല്ലാം വേറൊരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് തമ്മിലുള്ള ഈ ഒരു വ്യത്യാസത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ നമ്മൾ ഇതിൽ നോക്കുന്നത് ഇതിന്റെ ഒരു പുതിയ വ്യത്യാസങ്ങൾ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം എന്തൊക്കെ വ്യത്യാസമാണ്, ഇതിനോട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്ത്, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ദെൻ 13ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ട്രൈബൽ ആൻഡ് പെസന്റ് റെസിസ്റ്റൻസ് ആണ്. അതായത് നമുക്കറിയാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏറ്റവും അധികം ചൂഷണം ചെയ്തത് ഇന്ത്യയിലെ കർഷകരെയും അതുപോലെ ഇന്ത്യയിലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കർഷകരും ട്രൈബൽസുമാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങുന്നതും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രതിരോധം തീർക്കാൻ തുടങ്ങുന്നത് ഇന്ത്യയിലെ കർഷകരും അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ്. അപ്പൊ അതില് എങ്ങനെയാണ് എന്തെല്ലാം തരത്തിലാണ് ഇവരെ ചൂഷണം ചെയ്തത്? ഇവരെ ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇല്ല, ഒരു തരത്തിലും മുന്നോട്ടേക്ക് വരാത്ത ആളുകളായിരുന്നു. അപ്പൊ ഇവരെ ചൂഷണം ചെയ്യാനും മുതലെടുക്കാനും വളരെ എളുപ്പമായിരുന്നു. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. രണ്ടാമതായിട്ട് എങ്ങനെയാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രൈബൽ മൂവ്മെന്റ്സുകള് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് നടക്കുന്ന പ്രധാനപ്പെട്ട ജനകീയ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക്. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എവിടെ വെച്ചാണ് തുടങ്ങുന്നത്, അതെങ്ങനെയാണ് ഇത് റിവോൾട്ടിലേക്ക് എത്തുന്നത്, പിന്നെ ആ റിവോൾട്ട് എന്തായിരുന്നു, എങ്ങനെയാണ് മുന്നോട്ട് പോയത്, പിന്നെ ആരൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അവരുടെ എയിംസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നുള്ളത് എങ്ങനെയാണ് ഇതിനെ ഈ ബ്രിട്ടീഷുകാര് സപ്രസ് ചെയ്ത് അടിച്ചമർത്തിയത് എങ്ങനെയാണ്, പിന്നെ ഇതിന്റെ ഭാഗമാക്കായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിലെ ഭരണ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മൾ അടുത്തതിൽ നോക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുന്ന 14 ചാപ്റ്ററുകൾ ഇതാണ്. 2 ചാപ്റ്ററുകളൂടെ ഉള്ളൂ. അടുത്തത് 15ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്റർ ദ ബിഗിനിങ് ഓഫ് ഇൻഡെൻചേർഡ് ലേബർ ആണ്. അതായത് നമുക്കറിയാം സ്ലേവറി ഇന്ത്യയിൽ നിലനിന്നിട്ടില്ല. സ്ലേവറി ഇല്ലാതാക്കുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. ഇതിന് ശേഷം ഇവര് നിർബന്ധിത തൊഴിൽ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തോട്ടം തൊഴിലാളികളൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, അപ്പൊ ഇവിടുത്തെ ഈ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദ പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരുന്നു, അതേപോലെ ഇവരെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തത്, ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ പതറ്റിക്കായ കണ്ടീഷൻ എന്തെല്ലാമായിരുന്നു, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ
പഠിക്കുന്നത്. അപ്പൊ ഈ 15 ചാപ്റ്ററുകളുടെ ഒരു കാര്യത്തിൽ നമ്മളിപ്പോ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഓരോ ചാപ്റ്ററുകൾ നമ്മൾ ഡീപ്പായിട്ട് തന്നെ നോക്കും, ഓരോ വിഷയങ്ങളും നമ്മൾ അത്രയും ഇതായിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ ഈ 15 ചാപ്റ്ററുകളിൽ നോക്കുന്നത്. അതിൽ ആദ്യത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്, എന്തൊക്കെയായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം ഈ 100 വർഷക്കാലം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണം, ഈ ഒരു സമയത്ത് ഉണ്ടായ ബ്രിട്ടീഷ് ഭരണത്തിന് ഇടപെടൽ മൂലം വന്നിട്ടുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടായത്, ഒരു സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ നോക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ഹിസ്റ്ററി, അതായത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ഈ 100 വർഷം എങ്ങനെ മാറ്റിമറിച്ചു. കാര്യം ബ്രിട്ടീഷ് ഭരണം വേരുറപ്പിച്ച 100 വർഷമാണിത്. ആ വേരുറപ്പിക്കലില് ഇന്ത്യയുടെ തനത് സമ്പദ് വ്യവസ്ഥയെ ഇത് എത്രമാത്രം എഫക്ട് ചെയ്തു, എങ്ങനെയാണ് എഫക്ട് ചെയ്തത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ 15 ചാപ്റ്ററുകൾ ഉള്ളത്. ബാക്കി ഓരോ ചാപ്റ്ററുകളായിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു.